ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റിയലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിൽ എവിടെയും പറയാൻ അവസാനം പറഞ്ഞു നിർത്തിയത് സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയെക്കുറിച്ചാണല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ടെസ്റ്റ് പേപ്പർ ഇട്ടായിരുന്നു നമ്മൾ പഠിച്ചതുവരെ. ക്യൂബിനെ സിലിണ്ടറിനെ സർഫസ് ഏരിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പേപ്പറാണ് നമ്മൾ എഴുതിയത് അല്ലേ. ആ ടെസ്റ്റ് പേപ്പർ എഴുതി എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ എല്ലാവരും അല്ല, 1-2 പേര് നമ്മൾ പഠിപ്പിക്കുന്നതൊന്നും നല്ലപോലെ പഠിക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിന് മനസ്സിലാവുന്നത്. തീരെ കുറച്ച് മാർക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ ഹാബിറ്റ്സ് എല്ലാം കളയുക, എല്ലാ ദിവസവും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക. ഓക്കെ, അന്ന് എക്സാം ഇട്ടതിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 1-2 പേര് മാത്രമേ അത് കൃത്യ രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. സോ ആ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സിലിണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഞാൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ലെങ്ത് ഈക്വൽ ടു ഹൈറ്റ് ഈക്വൽ ടു 84 സെൻറ്റിമീറ്റർ. ദെൻ ഇന്നർ ഡയമീറ്റർ inner equal to 5 centimeter, diameter outer equal to 5.5 centimeter. ഇത്രയും തന്നിട്ടുള്ളൂ. നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കർവ്ഡ് സർഫസ് ഏരിയ, ഇന്നർ കർവ്ഡ് സർഫസ് ഏരിയയും ഔട്ടർ കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ചെയ്യാം, എങ്ങനെയാണെന്ന് നോക്കിയോ. CSA ഇന്നർ 2πRH എന്നല്ലേ? അതെ, 2πRH എന്നാണ്. 2πR ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നർ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈക്വൽ ടു 2 × 22/7 റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുള്ളൂ 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 5/2 ആയിരിക്കും. 5/2 × 84. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടുമെന്ന് അറിയാമോ? 1320 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത്. ഇന്നർ CSA. ഇനി CSA ഔട്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2πRH എന്ന് തന്നെയാണ്. R ഇന്നിന് പകരം R ഔട്ടർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. 2π ഹൈറ്റ് 2 സെയിം ആണ്. ഹൈറ്റ് 2 സെയിം തന്നെയാണ്. എങ്ങനെയാണ് നോക്കിയോ? 2 × 22/7 5.5/2 ആണ്. 5/2 അല്ല, 5.5/2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 84 തന്നെയാണ്. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടുമെന്ന് അറിയാമോ? 1462 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഇത്രയും ശരിയാക്കിയിട്ടുണ്ട്. ഇനി ചോദിച്ച ക്വസ്റ്റ്യനാണ് നിങ്ങൾ തെറ്റിച്ചേക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഇതെങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഈ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു ഹോളോ സിലിണ്ടറാണ് അല്ലേ? ഹോളോ സിലിണ്ടറാണ്. ഇതാണ് ആ സിലിണ്ടർ എന്ന് വെച്ചോ. വെളിയിലൊരു ഡയമീറ്റർ ഉണ്ട്, അകത്തൊരു ഡയമീറ്റർ ഉണ്ട്. ഹൈറ്റ് 2 സെയിം ആയിരിക്കുമേ. ഒരു സിലിണ്ടർ ഒന്നും പോണത്. അപ്പോൾ ഹൈറ്റ് സെയിം തന്നെയായിരിക്കും, പക്ഷേ റേഡിയസ് ഓർ ഡയമീറ്റർ വ്യത്യാസമായിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ? എന്തായിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ? ആലോചിച്ച് നോക്കുക. ഈ വെളിയിലെ കർവ്ഡ് സർഫസ്, ഈ വെളി ഭാഗത്തെ കർവ്ഡ് സർഫസ്, അതേപോലെ തന്നെ അകത്തും കർവ്ഡ് സർഫസ് ഉണ്ട്. കാരണം അകത്ത് ഹോളോയാണ്. അപ്പം അകത്തെ കർവ്ഡ് സർഫസ് ഏരിയ, വെളിയിലെ കർവ്ഡ് സർഫസ് ഏരിയ നോക്കിയോ. CSA ഔട്ട് പ്ലസ് CSA ഇൻ. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ടോട്ടൽ സർഫസ് ഏരിയ ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. ഇനി ഇതിന് പർട്ടിക്കുലർ തിക്നെസ് കാണുമേ. ആ തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലും താഴെയും ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ ഒരു സർഫസ് കാണും. റിങ്ങിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമെന്നുള്ളൂ. ഒരു ട്യൂബ് എടുത്ത് ആലോചിച്ച് നോക്കിയാൽ മതി. തിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഏരിയയുടെ പാർട്ട് കാണും. അതേപോലെ തന്നെ താഴെയും കാണും. കാണില്ലേ? അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു വലിയ സർക്കിളിൽ നിന്ന് ചെറിയ സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കുക. സിലിണ്ടറിൻ്റെ മുകളിലും താഴെ സർക്കിൾ തന്നെയല്ലേ? സോ വലിയ സർക്കിളിന് ചെറിയ സർക്കിൾ കുറയ്ക്കുക. ഇൻറ്റു 2. റീസൺ എന്താണ്? മുകളിലുണ്ട് താഴെയുണ്ട്. മുകളിലുള്ള അതേ ഏരിയ തന്നെയായിരിക്കും താഴെയും ഉള്ളത്. അപ്പോൾ ഇവിടെ നിർത്താൻ പറ്റുമോ? പ്ലസ് CSA ഇൻ പ്ലസ് എന്താണ്? ഏരിയ ഓഫ് പർട്ടിക്കുലർ റിങ് അല്ലേ? ഇത് രണ്ടും നമുക്കറിയാം. ഔട്ട് കണ്ടുപിടിച്ചു. ഔട്ട് ഇതാ കണ്ടുപിടിച്ചു. ഇതാ ആദ്യമേ കണ്ടുപിടിച്ചു. ഇനി ആ റിങ്ങിൻ്റെ സെക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ എന്താ ഇവിടെ നിർത്തുകയാണ്. റിങ്ങിൻ്റെ കേസ് പറഞ്ഞു πr² ആണ് സർക്കിളിൻ്റെ ഏരിയ എന്നറിയാം. നമ്മൾ എന്താണ് ചെയ്യേണ്ട? ഔട്ടർ മൈനസ് ഇന്നർ πr².
ഔട്ടർ മൈനസ് പൈ ആർ സ്ക്വയർ. ഇതല്ലേ, ഇതാണ് ആ പർട്ടിക്കുലർ റിംഗ്. എന്ത് കിട്ടും? 22/7. കോമൺ എടുക്കാം. ആർ ഔട്ട് സ്ക്വയർ മൈനസ് ആർ ഇൻ സ്ക്വയർ. എന്താണ്? 5.5 സ്ക്വയർ 5.5/2 സ്ക്വയർ മൈനസ് 5/2 സ്ക്വയർ. 5.5/2 സ്ക്വയർ, ഇത് മുഴുവൻ സ്ക്വയർ ഉണ്ട്, മൈനസ് 5/2 സ്ക്വയർ. ഇതാണ് കിട്ടുന്നത്. 22/7 ഇൻറ്റു 5.5ൻ്റെയും 5.5ൻ്റെ പകുതി, അതാണ് റേഡിയസ്. 5ൻ്റെ പകുതി, അതാണ് ഇന്നർ റേഡിയസ്. ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടുമെന്ന് അറിയാമോ? ഇതാണ് ഉത്തരം കിട്ടുന്നത്. 8.64 സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് 7.85 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ ആയിരുന്നു 8.64, ഇന്നർ സർക്കിളിൻ്റെ ഏരിയ ആയിരുന്നു 7.85. അതിൻ്റെ ഡിഫറൻസ് ആണ് 0.79. ഈ 0.79 നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ കഴിയുമോ? കഴിയില്ല. പിന്നെ അടുത്തൊരു 0.7 കൂടെ ആഡ് ചെയ്യണം. റീസൺ എന്താണ്? 2 സർഫസ് ഉണ്ട്, മുകളിലും താഴെയും. അപ്പോൾ എന്തെഴുതാം നമുക്ക്? പ്ലസ് 2 × 0.9. ഇങ്ങനെയായിരുന്നു ചെയ്യാനുള്ളത്. 2-3 കുട്ടികൾ മാത്രം ഇത് ഇതേപോലെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്ന്. ഇതിൻ്റെ ഉത്തരം എന്ത് കിട്ടുമെന്ന് നോക്കിയോ? CSI ഔട്ട് പ്ലസ് CSI ഇൻ പ്ലസ് 2 × 0.79 അല്ലേ? CSI ഔട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1462. 1462. CSI ഇൻ എത്രയാണ് കിട്ടിയത്? 1320 പ്ലസ് 2 × 79. അപ്പോൾ എത്ര വരും? 1.58 എന്ന് വരും. 80 × 9 160, 2 പോയാൽ 158. അതാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതിനെല്ലാം കൂടെ സം എത്ര വരുമെന്ന് അറിയാമോ? 2783.58 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും ഫൈനൽ ഉത്തരം. ഇതായിരുന്നു കിട്ടേണ്ടത്. എക്സാം ഇട്ടതിൽ 2-3 പേർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ഉത്തരം കിട്ടിയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The inner diameter of a circular well is 3.3 meter. It is 10 meter deep. Find the inner curved surface area, the cost of plastering this curved surface area at the rate of ₹40 per meter square. ഒരു വെൽ ഗ്രൗണ്ടാണ്, ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. കിണറിൻ്റെ ഡയമീറ്റർ 3.5 സെൻറ്റിമീറ്റർ ആണ്. 3.5 സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ ഡെപ്ത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെപ്ത് 10 മീറ്ററും എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇറ്റ്സ് ഇന്നർ കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഇന്നർ കർവ്ഡ് സർഫസ് ഏരിയ തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതൊരു വെല്ല്, ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. CSI കണ്ടുപിടിക്കാൻ പറ്റൂലേ? പറ്റും. എന്താണ്? 2πr × h. 2πrh എന്നാണ്. കേട്ടോ, 2πrh. സോറി, r വെച്ച് എടുത്ത് എഴുതുക. r = 3.5 m/2. 3.5 m/2. ഹൈറ്റ് = 10 മീറ്റർ എന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യനിലോട്ട് വാ. 2 × 22/7 റേഡിയസ് എത്രയാണ്? 3.5/2. ഇതിനെ ഞാൻ എളുപ്പമാക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? 35/10 × 2 × 10. ഇപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിലാണ് കിടക്കുന്നത്. കാരണം 7ഉം 35ഉം കട്ട് ചെയ്താൽ 5 വരും. 10ഉം 10ഉം കട്ട് ചെയ്യാം, 2ഉം 2ഉം കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 22 × 5 എന്ന് മാത്രം വരും. എത്ര വരും? 110 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 110 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? കിട്ടി. നിങ്ങളെന്താ ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് വരിക. ഡെസിമലും അല്ലെ ചെറിയ ഫ്രാക്ഷൻ അല്ല ചെറിയ ഡെസിമൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡെസിമലൊക്കെ ആണെങ്കിൽ മനസ്സിൽ തോന്നിയാൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതുക. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് പ്ലാസ്റ്ററിങ് ദിസ് കർവ്ഡ് സർഫസ് ഏരിയ അറ്റ് ദ റേറ്റ് ഓഫ് 40 per meter square. സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു എങ്ങനെയാണ്? കർവ്ഡ് സർഫസ് ഏരിയ ഇൻറ്റു യൂണിറ്റ് കോസ്റ്റ്. ഇവിടെ എത്രയാണ്? 110 മീറ്റർ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്? 40 ആണ്. 40 110 × 40 എത്ര വരും? 4 11 × 4 തന്നെയാണ് 44. പിന്നെ 2 0 കൂടെ വരും.
4400 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോറി, 4400 റുപ്പീസ് എന്ന് കിട്ടും. 40 റുപ്പീസ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? ആണ്. അതെ, CSA 110 മീറ്റർ സ്ക്വയർ. യൂണിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ 40 റുപ്പീസ് പെർ മീറ്റർ സ്ക്വയർ. മീറ്ററും ഇവിടുത്തെ ഡിനോമിനുള്ള മീറ്റർ സ്ക്വയറും കട്ടായി പോകും. ബാക്കി റിമൈനിങ് R മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ ഡയമീറ്റർ ഓഫ് എ ഗാർഡൻ റോളർ ഈസ് 1.4 മീറ്റർ ആൻഡ് it is 2 meter long. How much area will it cover in 5 revolutions? Diameter equal to 1.4 meter. Length equal to 2 meter. Okay. നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇതൊരു റോളറായിട്ട് കൺസിഡർ ചെയ്യുക. തറയിൽ കൂടെ ഉരുട്ടിയാൽ ഏത് സർഫസാണ് കവർ ആവുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ആണല്ലേ, കർവ്ഡ് സർഫസ് ഏരിയ. ഈ എൻഡിലെ 2 സർക്കിളും വല്ലതും ബാധിക്കുമോ? ഇല്ല. കർവ്ഡ് സർഫസ് ഏരിയയാണ് തറയിൽ കൂടെ ഉരുട്ടിയാൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. 5 തവണയാണ് ഉരുട്ടിയത്, അതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിയോ, CSA ഈക്വൽ ടു 2πRH. അപ്പോൾ എന്ത് പറയാം? 2 × 22/7 റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണല്ലേ. 1.4 മീറ്റർ ബൈ, അപ്പോൾ എനിക്ക് എന്തെഴുതാം? 14/10 × 2. അപ്പോൾ എന്തായി? റേഡിയസ് ആയി. ഓക്കെ, പ്രശ്നമൊന്നുമില്ലേ? ഇൻറ്റു ഹൈറ്റ് 2. ഹൈറ്റ് 2. 7ഉം 14ഉം കട്ട് ചെയ്ത് 2 എന്ന് എഴുതി. 2ഉം 2ഉം കട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ 2 × 22 4 4 × 22 88. 88/10 എത്ര കിട്ടും? 8.8 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഇതിൻ്റെ ഉത്തരം. ഇനി 5 റെവല്യൂഷൻ ആണെങ്കിൽ 5 തവണ ഇറക്കി. ഇതിപ്പം ഒറ്റ തവണ കറങ്ങി വരുമ്പോഴല്ലേ സർഫസ് ഏരിയ ആവുന്ന. ഇവിടെ തുടങ്ങി ഇങ്ങനെ കറങ്ങി വരുമ്പോഴാണ് സർഫസ് ഏരിയ. 5 തവണ ഇറക്കിയാൽ 5 × സർഫസ് ഏരിയ. അപ്പോഴാണ് ആ റോളർ ഗ്രൗണ്ടിൽ എത്ര റോൾ ചെയ്തോ അത്രയും ഏരിയ കിട്ടുന്നത്. ഏരിയ റിക്വയർഡ് ഈക്വൽ ടു 5 × CSA അല്ലേ? ആണ്. അപ്പോൾ 5 × 8.8 എത്ര വരും? 44 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 20 cylindrical pillars of Parliament House are to be cleaned. If the diameter of each pillar is 0.50 meter and height is 4 meter, what will be the cost of cleaning them at the rate of 2.50 rupees per meter square? പാർലമെൻറ്റ് ബിൽഡിങ്ങിൽ കുറച്ച് പില്ലർ ക്ലീൻ ചെയ്യണം. അതാണ് നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ. പില്ലറിൻ്റെ ഡയമെൻഷൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡയമീറ്റർ 0.5 മീറ്ററും ഹൈറ്റ് 4 മീറ്ററും. അതെഴുതാം. ഡയമീറ്റർ ഈക്വൽ ടു 0.50 മീറ്റർ, ലെങ്ത് ഈക്വൽ ടു അല്ലെങ്കിൽ ഹൈറ്റ് ഈക്വൽ ടു 4 മീറ്റർ. കോസ്റ്റ് എത്രയാണ്? 2.50 പെർ മീറ്റർ സ്ക്വയർ. ക്ലീൻ ചെയ്യാനുള്ള കോസ്റ്റാണ്. എത്ര സിലിണ്ടറിക്കൽ പില്ലർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 സിലിണ്ടറിക്കൽ പില്ലേഴ്സ് ഉണ്ടല്ലേ? 20 in numbers. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയോ. സിലിണ്ടറിക്കൽ പില്ലേഴ്സ് ഉണ്ട്, 20 എണ്ണം ഉണ്ട്. അത് ക്ലീൻ ചെയ്യണം. ഒരു സിലിണ്ടറിക്കൽ പില്ലർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? താഴെയും മുകളിലും അറ്റാച്ച് ചെയ്തേക്കായിരിക്കും അല്ലേ എന്തെങ്കിലും. നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഏത് ഭാഗം മാത്രമാണ്? ആ കർവ്ഡ് ഭാഗം മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലെ പില്ലർ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. മുകളിലെ റൂഫ് ഫിറ്റ് ചെയ്തേക്കും, താഴെയാണ് ബേസ്മെൻറ്റിൽ ഫിക്സ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുമ്പം ഈ ചുറ്റുമുള്ളത് മാത്രമല്ലേ പെയിൻ്റ് അടിക്കൂ. കർവ്ഡ് സർഫസ് മാത്രമേ പെയിൻറ്റ് ചെയ്യൂ. ക്ലീൻ ചെയ്യുമ്പോഴും കർവ്ഡ് സർഫസ് മാത്രം. അപ്പോൾ ഈ കേസിൽ എന്താണ് എടുക്കാനുള്ള? CSA എടുക്കാനുള്ള. ടോട്ടൽ CSA എത്രയായിരിക്കും? 20 × 1 CSA അല്ലേ? ഈച്ച് CSA ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു 20 × ഈച്ച് പില്ലറിൻ്റെ CSA. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 20 × 2πR. ആറിന് പകരം ഡയമീറ്റർ 0.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെത്രയാണെന്ന് പറയാം? 0.5/2 അല്ലേ? എന്ന് വെച്ചാൽ 5/2 × 10. 5/10 ആണ് 0.5. അത് ഡയമീറ്റർ ആയുള്ളൂ. ബൈ 2 കൂടെ ചെയ്യുമ്പം റേഡിയസ് ആവും. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും എളുപ്പത്തിന് എഴുതിയത്. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 2πRH. പൈ മാറ്റി എഴുതിയില്ലല്ലേ? 2RH കൂടെ എഴുതാം. 4 × π 22/7. 2πRH ഇപ്പോഴായി. 2 × 5
10 വരും. 4 × 22 88. 88 × 10 880 എന്ന് വരും. 880/7 എന്ന് കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ടോട്ടൽ CSA ആയുള്ളൂ. ഇനി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഇതേ ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ് എത്ര 2.50. അപ്പോൾ 880/7 × 2.50 എന്ന് കിട്ടും. ഇതിൻ്റെ ഉത്തരം എത്ര വരുമെന്ന് അറിയാമോ? ഉത്തരം 314.28. 314.28 എന്ന് കിട്ടും. റുപ്പീസ് 314.28 എന്ന് കിട്ടും. ഇതിൻ്റെ വിസിനിറ്റിയിൽ എവിടെയെങ്കിലും വന്നാൽ മതി നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. ഭയങ്കര ചേഞ്ച് എന്ന മരല് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Find the lateral curved surface area of a cylindrical petrol storage tank that is 4.2 meter in diameter and 4.5 meter high. How much steel was actually used if 1/12 of the steel actually used was wasted in making the closed tank? ഒരു പെട്രോൾ സ്റ്റോറേജ് ടാങ്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ടാങ്ക് സ്റ്റീൽ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഷീറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിൽ നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയതിൻ്റെ 1/12 വേസ്റ്റ് ആയിപ്പോയി. ഉണ്ടാക്കുന്ന വഴിക്ക് വേസ്റ്റ് ആയിപ്പോയ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂസ് ചെയ്ത സ്റ്റീലിൻ്റെ 1/12 ആണ്. അങ്ങനെയാണെങ്കിൽ ആകെ കൂടി എത്ര സ്റ്റീൽ യൂസ് ചെയ്തു എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ആദ്യം എടുത്ത് എഴുതാം. നോക്കിയേ, diameter equal to 4.2 meter, height equal to 4.5 meter. Okay, 1/12 ആക്ച്വൽ എന്തായിരുന്നു? വേസ്റ്റിൽ പോയി. ആക്ച്വൽ യൂസ്ഡ് ആണ്. ആ സിലിണ്ടർ ഉണ്ടാക്കിയപ്പോൾ എത്ര മെറ്റീരിയൽ ആവശ്യം വന്നത് അതിൻ്റെ 1/12 വേസ്റ്റായി പോയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം എത്ര സ്റ്റീൽ ഷീറ്റ് എടുത്തതാണ് ചോദ്യം. ചെയ്യാം. നോക്കിയേ, ഇതിൽ നമുക്ക് 2 ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഒന്ന് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ, രണ്ടാമത് എത്ര സ്റ്റീൽ ഷീറ്റ് യൂസ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ. ആദ്യം നമുക്ക് നോക്കിയോ LSA കണ്ടുപിടിക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ഡയമീറ്റർ എത്രയും പറഞ്ഞിട്ടുണ്ട്? 4.2 മീറ്റർ. ഹൈറ്റ് 4.5 മീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. CS പറഞ്ഞോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറഞ്ഞേക്കുന്നതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. CSA = 2πRH. തന്നെ 2 × 22/7 റേഡിയസ് എത്രയാണ്? 4.2/2 എന്ന് വെച്ചാൽ 42/10 × 2 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 22 × 45 × 6/100. 22 × 45 × 6/100 എന്ന് കിട്ടും. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടുമെന്ന് അറിയാമോ? 59.4 മീറ്റർ. 59.4 മീറ്റർ സ്ക്വയർ എന്നാവും. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇതാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. CSA കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് പാർട്ട്. നമുക്ക് മാറ്റി ചെയ്യാം. ആദ്യം നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യണം. ടോട്ടലി X എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. നോക്കൂ, ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് സ്റ്റീൽ യൂസ് ബി X മീറ്റർ സ്ക്വയർ എന്നിരിക്കും. X സ്ക്വയർ അല്ല, X മീറ്റർ സ്ക്വയർ. എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു? X എമൗണ്ട്. മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ഏരിയ എന്ന് കാണിക്കാനാണ്. X എമൗണ്ട് യൂസ് ചെയ്ത് ഇതിൻ്റെ എത്രയാണ് വേസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/12 വേസ്റ്റ് ആയെന്ന് പറഞ്ഞിരിക്കുന്നത്. വേസ്റ്റഡ് മെറ്റീരിയൽ എത്രയാണ്? X/1/12 അല്ലേ? X/1/12 എന്ന് വെച്ചാൽ X/12 മീറ്റർ സ്ക്വയർ വേസ്റ്റായി തന്നെ അല്ലേ? അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത്രയും ഒറിജിനൽ, ഇത്രയും വേസ്റ്റായി. അപ്പോൾ എത്ര ഇതിൽ യൂസ് ചെയ്ത്? ഇതേ മൈനസ് ഇത് ആയിരിക്കൂലേ? ആയിരിക്കും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയോ, സർഫസ് ഏരിയ ഈക്വൽ ടു മെറ്റീരിയൽസ് യൂസ്ഡ് ഈക്വൽ ടു യൂസ് ചെയ്ത മെറ്റീരിയൽ, വേസ്റ്റ് ചെയ്തല്ല, യൂസ് ചെയ്ത മെറ്റീരിയൽ. ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. LSA ആണോ? അല്ല. കാരണം ടാങ്ക് ഉണ്ടാക്കണം എന്ത് ചെയ്യണം? CSAയും വെക്കണം,
രണ്ട് സൈഡിൽ നിന്നും രണ്ട് അടപ്പും വെച്ച് കൊടുക്കണം അല്ലേ. അപ്പം അടപ്പിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് TSA എടുത്തത്. TSA എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഈക്വൽ ടു എത്രയാണ്? ഒറിജിനലിൽ നിന്ന് വേസ്റ്റ് ആയതും കുറയ്ക്കണം. x മൈനസ് x/12 മീറ്റർ സ്ക്വയർ ആണ്. എത്രയും മെറ്റീരിയലാണ്. TS ആക്ച്വലി എന്താണ് ഈ ടാങ്കിൻ്റെ? 2πr × r+h. നോക്കിയോ, 2 × r+h. ഇതാണ് ആക്ച്വൽ TSA. അതിങ്ങനെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഡൗട്ടുണ്ടോ? ഡൗട്ടില്ല. ഇത് മെറ്റീരിയൽ, ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഇത് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതൊക്കെ മാറ്റിയാണേ. നോക്കിയോ, x മൈനസ് x/12 ഈക്വൽ ടു 2πr × r+h. x മൈനസ് x/12 ഈക്വൽ ടു, വേണ്ട, ഇതിനി x മൈനസ് x/12 എന്ന് എഴുതണ്ട. ഇതെങ്ങനെയാണ്? x മൈനസ് x/12 12 കൊണ്ട് ക്രോസ് ചെയ്യണം. 11x/12 വന്നിട്ടു അല്ലേ. 11x/12 ഈക്വൽ ടു 2πr × r+h. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 2 × 22/7 റേഡിയസ് എത്രയാണ്? 4.2/2 എന്ന് വെച്ചാൽ 42/10 × 2, 42/10 × 2 റേഡിയസ് ആയി ഇൻറ്റു r+h. r എത്രയാണ്? 4.2/2, 2.1 പ്ലസ് h എത്രയാണ്? 4.5. തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 6.6 എന്ന് കിട്ടും. 2.1 പ്ലസ് 4.5 അല്ലേ. ഇങ്ങനെ കിട്ടി. ഇതിന്ന് എക്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. അത് എക്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഈ 12നെ അങ്ങോട്ട് കൊണ്ടുപോകണം, 11നെയും അങ്ങോട്ട് കൊണ്ടുപോകണം. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആവും. നോക്കിയോ, എക്സ് ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 11/12 12/11 ആവും. 12/11 ഇൻറ്റു 7ഉം 42ഉം കട്ട് ചെയ്ത് എനിക്ക് 6 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ല. 2ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞു. 22/10 ഇൻറ്റു 6, 22/10 ഇൻറ്റു 6 ഇൻറ്റു ഇതിനെ കൂട്ടിയാൽ 6.6 എന്ന് കിട്ടും. 12/11 22/10 ഇൻറ്റു 6 ഇൻറ്റു 6.6. ഇതെല്ലാം മോസ്റ്റ്ലി റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനുമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ 95.04 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടണം. അതാണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.